ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം വനിത എന്ന പേരിൽ പ്രശസ്തയാണ് ജസ്ന സലീം. നൂറുകണക്കിന് ചിത്രങ്ങൾ ഇതിനകം വരയ്ക്കുകയും രാജ്യത്തിനും അകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾക്ക് പടം നൽകുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ചില വിവാദങ്ങളുടെ നിഴലിലാണ് ജസ്ന ഇപ്പോൾ. ആദ്യം ശ്രീകൃഷ്ണന്റെ നടയിലെത്തി ബർത്ത്ഡേ ആഘോഷിക്കുന്നു, കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. പിന്നീട് കൃഷ്ണന് മാല ചാർത്തുന്നു. പിന്നീട് കണി സമാന്തരമായി ഒരുക്കുന്നു. തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിധിയുണ്ടായിരുന്നു ഈ ക്ഷേത്ര പരിസരത്ത് ചിത്രങ്ങൾ പകർത്തരുതും. അതും ജസ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വിവാദത്തെ തുടർന്നാണ് ആ നടപടി ഉണ്ടായത്. എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിൽ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ മാല ചാർത്തുന്നു എന്നൊക്കെ അടക്കമുള്ള ചില വിവാദങ്ങൾ ഉയരുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. ജസ്ന ഒളിവിലാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് ജസ്ന നൽകും. ജസ്നയിലേക്ക് തന്നെ പോകാം. കുറച്ച് നാളുകളായി വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഗുരുവായൂർ നടയിൽ നിന്നും അവിടെ മുൻവശത്തു നിന്നും ചിത്രങ്ങൾ പകർത്തരുത്, പങ്കുവെക്കരുതൊക്കെ അത് ലംഘിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവാണ് ലംഘിച്ചത്. അതിന് കേസെടുത്തിരിക്കുന്നു. താങ്കൾ ഒളിവിലാണെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാദം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് സംഭവം എന്താ വെച്ചാല്, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഒളിവിലും കാര്യങ്ങളൊന്നുമല്ല. പിന്നെന്ന് വെച്ചാല് കഴിഞ്ഞ ജൂൺ 15-ാം തീയതി ഞാൻ ഗുരുവായൂര് നടപ്പന്തലിൽ വെച്ചിട്ട് ഒരു മുട്ട ഉപയോഗിക്കാത്തൊരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടുന്ന് മുറിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ അവിടുന്ന് മുറിച്ചത്. പക്ഷെ അതിൽ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വാദം തുടങ്ങി എല്ലാവരും. അതിന് മുമ്പേന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ തന്നെ, കുറച്ച് സ്ത്രീകൾ എന്ന് പറയാം, ഇവരെന്നെ ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നിരപരാധിത്വം എന്റെ സൈഡ് ഞാൻ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ അവിടെ ഫോട്ടോ സമർപ്പിക്കാൻ പോയ സമയത്ത് എന്റെ കൂടെ വന്ന ആളും അവിടെ നിന്നൊരു വ്യക്തിയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. അതിൽ ഞാൻ ഒരു പങ്കാളിയല്ല. ഞാൻ അവിടെ ഉണ്ട് എന്നല്ലാതെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പൊ അതും വെച്ച് ഈ കേക്ക് മുറിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് കൊടുത്തത്. അപ്പം ഹൈക്കോടതി പറയുകയും ചെയ്തു അമ്പല പരിസരം കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല എന്നുള്ളതും. ആ തെറ്റെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വിചാരിച്ചത് മുട്ട ഉപയോഗിക്കാത്ത കേക്കായതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ ആചാരമാണ്, ക്രിസ്ത്യൻസിന്റെ ആചാരമാണ് കേക്ക് കട്ട് ചെയ്യല്, അത് നടയിൽ വന്ന് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ അങ്ങനെ ഈ ഹൈക്കോടതി പറഞ്ഞു ഇനി അവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ നിയന്ത്രണവും നടത്തി. അപ്പൊ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും ഫോട്ടോഗ്രാഫി അലോഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ ഉത്സവത്തിന്റെ അന്ന് എനിക്കൊരു നേർച്ച എന്നുള്ള രീതിയിൽ ഞാൻ ജപമാല ചാർത്താന്നുണ്ടായിരുന്നു, ഹരേ കൃഷ്ണ എഴുതിയിട്ട്. അപ്പൊ ഞാൻ 101 ഹരേ കൃഷ്ണ എഴുതി ഒരു മാല പോലെ കോർത്ത് പല പല വർണ്ണക്കടലാസുകളിലും, വെറും വൈറ്റ് പേപ്പർ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പല പല വർണ്ണക്കടലാസുകളിലാക്കിയിട്ട് ഹരേ കൃഷ്ണ എഴുതി അത് കൊണ്ടുപോയി ഞാൻ മുമ്പിലെ നമ്മുടെ സ്കാനറൊക്കെ വെച്ച ഒരു ഇതിന്റെ മുകളിലൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചാർത്തുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. അതും വാങ്ങി ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് പിന്നെ റോഡ് സൈഡിൽ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. അപ്പൊ കൂട്ടം കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കല്ല എന്താണ് എന്നുള്ളത്. അപ്പൊ നോക്കുമ്പോൾ റോഡ് സൈഡിൽ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കണ്ണനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാത്ത ഒരാളാണ്. കണ്ണനെ കണ്ടാൽ ഒന്ന് കണ്ണന്റെ അടുത്ത് പോവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പൊ ഞാൻ എന്താക്കി, ഞാനും പോയി കണ്ണനെ കാണാൻ പോയപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് കണ്ണനൊരു ഉമ്മയും കൊടുത്തു. കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാല് ഞാൻ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയിട്ട് 12 വർഷമായി. ഈ 12 വർഷത്തോളം ഞാൻ വരച്ചത് കുഞ്ഞു കണ്ണന്മാരാണ്. എന്ന് വെച്ചാൽ ഒരു 3 വയസ്സിന് താഴെയുള്ള എന്ന് തന്നെ പറയാം. അത്രയുള്ളൊരു കണ്ണന്മാരെയാണ് ഞാൻ വരച്ചത്. അപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളില് എന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനമാണ് കണ്ണന്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണക്കാക്കുന്നതാ കണ്ണന്. അങ്ങനെയാണ് ഞാൻ കണ്ണന് ഉമ്മ കൊടുക്കുകയും ചെയ്തത്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോസ്റ്റ് ചെയ്തു, ജസ്ന സലീം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട്. ആരോ വെച്ച കണി എന്റെ പേരിലാക്കി. ഞാൻ റോഡ് സൈഡ് കണിക്കൊരു മഹത്വമുണ്ടോലെ,
ആ മഹത്വം മനസ്സിലാക്കാതെ റോഡ് സൈഡിൽ ജസ്ന സലീം കണ്ണന് കണി വെച്ചു എന്ന്. കണിക്ക് മഹത്വം ഉണ്ടെങ്കിൽ അത് ഹൈന്ദവരെയല്ലേ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഞാനല്ലല്ലോ വെച്ചത്. അപ്പൊ ഇവര് ഞാനാ വെച്ചത് എന്ന് പറഞ്ഞ് കണിക്ക് മഹത്വമുണ്ട് എന്ന് പറയുന്നത്. അതെന്നാ വർഷങ്ങളായിട്ട് ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിൽ കണി കാണാറുണ്ട്. ഇവരെന്തുകൊണ്ട് അവരോട് ആരോടും പറഞ്ഞു കൊടുത്തില്ല? പിന്നെ അതേപോലെ അടുത്ത പറയുന്നത് എന്താ വെച്ചാല്, ഇവള് കണ്ണന് ഉമ്മ കൊടുക്കാൻ ഇവളുടെ ഭർത്താവാണോന്ന്. ഈ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ ഉമ്മ ഭർത്താക്കന്മാർക്ക് മാത്രമാണോ കൊടുക്കാറ്? ഞാൻ ഉമ്മ കൊടുത്ത എന്റെ കുഞ്ഞിനെ പോലെ കണ്ടിട്ട്, എന്റെ സ്വന്തം മകനെ അല്ലെ മകളെ പോലെ കണ്ടിട്ടാണ് ഞാൻ കണ്ണനൊരു ഉമ്മ കൊടുത്തത്. അപ്പോൾ ഇവളുടെ ഭർത്താവാണോ കണ്ണന് ഉമ്മ കൊടുക്കാനെന്ന്. പബ്ലിക്കിന്റെ ഇടയിൽ കണ്ണനെ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ് നമ്മളെന്താ പബ്ലിക് ആണെന്ന് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് നമ്മൾ ഉമ്മ കൊടുക്കാതിരിക്കോ? പബ്ലിക്കിന്റെ ഇടയിൽ ഇത്രത്തോളം മറ വെക്കാൻ വേണ്ടിയിട്ട് എന്തോ വലിയ തെറ്റാണോ ഇത്? ഞാൻ എന്റെ കണ്ണനെ കണ്ടു, എന്റെ കണ്ണന് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടം. ആ കണ്ണനെ ഞാൻ കൂടെ നിന്നൊരു വീഡിയോ എടുത്തു, ഒരു ഉമ്മയും കൊടുത്തു. അതിപ്പം വലിയ വിവാദമായി. അവര് ഇനിയും കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണോ അല്ലെ? കണ്ണന നടു റോട്ടിൽ കണി വെച്ചു, അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്തോളൂ. കാരണം ആ പരിസരമൊക്കെ CCTV ഉള്ളതാണ്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പോയി വന്നതാണ്. അവിടെ ഗുരുവായൂർ പോലീസുകാരൊക്കെ ആ പരിസരത്തുള്ളതാണ്. അവരന്വേഷിക്കാതെ കേസെടുക്കൂലോ. അവരന്വേഷിച്ചിട്ട് ജസ്ന സലീം കണ്ണനെ അപമാനിച്ച് റോഡ് സൈഡിൽ കണി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ, എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രമേൽ വ്യാജ പ്രചരണങ്ങളാണ് എന്നെക്കുറിച്ച്. സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു തെറ്റുപറ്റി. ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല. ഇനി എന്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്ന ഹിന്ദുക്കൾ അല്ല ക്രിസ്ത്യൻസിന്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും. എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിന്റെ ആചാരമാണെന്നൊന്നും. എല്ലാരും എന്ന് വെച്ചാല് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല, എല്ലാരും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും. അപ്പൊ ഞാൻ വിചാരിച്ചു നോർമലായിട്ട് എല്ലാരും ചെയ്യുന്നതാണ്. പക്ഷെ അതുമേലാണ് ഇത്രത്തോളം വിഷയം എനിക്ക് വന്നത്. നിങ്ങൾ ഈ നിരന്തരമായി ഇതര മതസ്ഥയാണ്, നിങ്ങൾ മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ നിരന്തരമായി ഈ ആചാരങ്ങൾ ലംഘിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യം കേക്ക് മുറിക്കുന്നതായാലും, രണ്ടാമത് മാല ചേർത്തുന്നതായാലും, മൂന്നാമത് വഴിയരികിൽ കണിയെടുക്കുന്നതായാലും ഇതെല്ലാം ആവർത്തിക്കുന്നു. ഇതെല്ലാം വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട് ആളുകളെ കാണിക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ഈ എതിർക്കുന്നവർ പറയുന്നത്. ഇല്ല, ഞാന് സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എന്റെ മതസ്ഥരെന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ്. ഇവരെല്ലാരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ? എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ്. 2016 തൊട്ടിട്ട് എന്നെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ജസ്ന സലീം അടിച്ചാൽ എന്റെ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും. അതെന്താ പബ്ലിസിറ്റി അല്ലേ? അപ്പൊ ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എന്റെ മതസ്ഥരടുത്ത് തന്നെ പറയുന്നൊരു, നമ്മൾ പറയാതെ പറയൂ എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ഞാൻ അതിനെ കണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതൊരു പബ്ലിസിറ്റി അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പബ്ലിസിറ്റികളുണ്ട്. പക്ഷെ ഞാൻ ഇത്ര മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ, ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് സമൂഹം അറിയണം. എന്നെക്കുറിച്ച് ഇത്രയും കാലം പുറം ലോകം അറിഞ്ഞത് ഇതേ വീഡിയോസിലൂടെയാ. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതേ വീഡിയോസ് കൂടെ കണ്ണന്റെ പേരിൽ തന്നെയാണ് ഞാൻ പുറം ലോകം അറിയപ്പെട്ടെ. അതേ കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാനത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ ഇപ്പെന്ന് വെച്ചാല് മുസ്ലിം മതസ്ഥരെന്നില്ല, ഹൈന്ദവരെന്നില്ല, രണ്ടുപേരും വളഞ്ഞിട്ടാക്രമിക്കും.